ഞാൻ ഷാള് വാങ്ങിയതിനെ പറ്റി നമ്മുടെ സഹാക്കൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഷാള് വാങ്ങിക്കളഞ്ഞ് ഈ ഷാൾ ആരാ വാങ്ങുന്നത്? തമിഴ്നാട് വെങ്കടേശാണ് ആദ്യം വാങ്ങിയത്. കാരണം നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് അവരുടെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഈ ഗൂഗിളിൽ നോക്കിയാൽ നമുക്ക് കിട്ടും. മനസ്സിലായില്ലേ? അന്നേരം നോക്കിയാൽ ഇവിടെ രാഹുൽ ഗാന്ധിൻ്റെ ഫോട്ടോ പതിച്ച് ബാഡ്ജും ഈ പറയുന്ന പച്ച ഷോളും ധരിച്ചിട്ട് ആ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിന്. അവരുടെ പാർട്ടിയല്ലേ? കേന്ദ്ര കമ്മിറ്റി മെമ്പർ അമറാം കോൺഗ്രസിൻ്റെ പൂർണ്ണ പിന്തുണയില്ലെങ്കിൽ രാജസ്ഥാൻ ജയിക്കുന്നതിന് മുമ്പ് ജയിച്ചിട്ടുണ്ടാ? കോൺഗ്രസിൻ്റെ പിന്തുണയിലേ ജയിച്ച്. ഷാളല്ലേ അണിഞ്ഞിട്ടില്ലേ? രാഹുൽ ഗാന്ധി ചിത്രം പതിച്ചിട്ടില്ലേ? അന്നൊന്നും ഇല്ലാതെ രീതി എന്താ ഇപ്പം ഞാനിത് പബ്ലിക് പറയുന്നത്? പുറത്ത് ഇന്ത്യ മുന്നണി എന്നുള്ള നിലയ്ക്ക് ഒന്നിച്ചു പോയും കേരളത്തിൽ അടികൂടുകയും ചെയ്യുന്നൊരു അതെ. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഇന്ത്യൻ്റെ മുന്നണിയല്ലേ? അത് സ്വാഭാവികമായിട്ടും ഇതിനപ്പുറത്ത് മുമ്പ് UPA മുന്നണി ഉണ്ടായിരുന്നല്ലോ. ആരായതിന് നേതൃത്വം കൊടുത്തത്? അതിന് രൂപം കൊടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആൾ ഹർകിഷൻ സിംഗ് സുർജിത്ത. കോൺഗ്രസ് വന്ന് 42 MP പാർലമെൻറ്റിൽ, CPM-ന് ഇന്ന് 4. അപ്പോൾ അന്ന് കോൺഗ്രസുമായി കൂടും BJP-യെ ചെറുക്കാൻ എന്നുള്ള സിദ്ധാന്തം വന്നിട്ടുണ്ട്. പാർട്ടി കോൺഗ്രസ് തീരുമാനമാണ്. ഇപ്പോഴും പറയുന്നുണ്ട് CPM-ന് ഒറ്റക്ക് വർഗീയത എതിർക്കാൻ കഴിയുമോ? BJP-യെ തോൽപ്പിക്കാനോ ചെറുക്കാനോ കഴിയുമോ? മറ്റു പാർട്ടികളെ, ജനാധിപത്യ പാർട്ടികളെ കൂട്ടാതെ? അപ്പോൾ കോൺഗ്രസിനെ കൂട്ടാതെ ഒരു വർഗീയ വിരുദ്ധ പോരാട്ടം, BJP വിരുദ്ധ പോരാട്ടം ഇന്ത്യയിൽ നടക്കുമോ? അപ്പോൾ അവിടെ കോൺഗ്രസ് ഇനി നാളെ ഭാവി കേരളം അങ്ങനെ ആവില്ല എന്ന് എന്താ അത്ര ഉറപ്പ്? 35 ഭരണമുള്ള ബംഗാൾ അങ്ങനെ ആവും ആരും പ്രതീക്ഷിച്ചിരുന്ന. ഇനി നാളെ ഭാവിയിൽ ഇതേപോലെ ഈ കേരളത്തെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് RSS BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിടിക്കാൻ പറ്റുന്ന അവസരം വന്നാൽ കോൺഗ്രസ് വിരോധം പറഞ്ഞിട്ട് CPM-നും, CPM വിരോധം പറഞ്ഞിട്ട് കോൺഗ്രസും നിൽക്കാൻ പറ്റുമോ? ഇപ്പോൾ ബംഗാളിനെ പോലെ കെട്ടിപ്പിടിച്ച് നടക്കുന്നില്ലേ? വേണ്ടി വരില്ലേ കേരളത്തിലും അത്രയും സ്ഥിതിവിശേഷം ഉണ്ടായാൽ? അങ്ങനെ ഉണ്ടാവില്ല എന്ന് എങ്ങനെയാണ് നമ്മൾ കരുതുക?